നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ഒരു ടെലഗ്രാമിൻ്റെ ചാനലിൽ ഒരു പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ ഒരു ബോർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഏതൊരു ചാനലിലും ഏതൊരു പോസ്റ്റിലും ഗ്രൂപ്പിൽ പോലും നമുക്ക് ആ ഒരു പോസ്റ്റ് ഇടാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ജസ്റ്റ് ബട്ടൺ മേക്ക് ചെയ്യുക, ലിങ്ക് കൊടുക്കുക എന്നതിനൊക്കെ ഉപരിയായിട്ട് നമുക്ക് ലൈക്ക് കൊടുക്കുക, അങ്ങനെ റിയാക്ഷൻസ് കൊടുക്കാൻ പറ്റും, അതുപോലെ തന്നെ കമൻസ് കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഫീച്ചേഴ്സൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ചാനൽ പോസ്റ്റ് ബോട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്നലെ ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ ഉപകാരമുള്ള, അതിൽ കുറച്ചും കൂടെ ഫീച്ചേഴ്സ് കൂടുതലുള്ള സംഭവമാണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെയുള്ളൊരു ചെറിയ കുഴപ്പമെന്ന് പറയുന്നത്, ഈ ഒരു ബോട്ട് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന കുറച്ച് ചാനലുകൾ മാത്രമേ നമുക്ക് ഇത് ഇടാനായിട്ട് സാധിക്കത്തുള്ളൂ. ആ ചാനൽ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്തേക്ക് നേരിട്ട് വിടാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ മറ്റേത് ഇൻലൈൻ ബോട്ടായിരുന്നു, എവിടെ വേണമെങ്കിലും വിടാമായിരുന്നു. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് അതിനുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയായാലും ഇതിനകത്ത് നമുക്ക് ഒരു ചാനലിൽ മതി റിയാക്ഷൻസ്, കമൻസ്, അങ്ങനെ ലൈക്ക്, ഡിസ്ലൈക്ക്, അങ്ങനത്തെ ഇമോജി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ നമ്പറെ കൗണ്ട് ചെയ്ത് കാണിച്ച്, അപ്പോൾ ആ ഒരു സംഭവം അങ്ങനെയൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ടൊരു ചാനൽ വേണം. ഏത് ചാനലിലാണോ നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആ ഒരു ചാനലും, അതുപോലെ തന്നെ ബോട്ട് ഫാദർ, അതുപോലെ തന്നെ കൺട്രോളർ ബോട്ട് എന്ന് പറയുന്നൊരു ബോട്ടാണ് നമ്മൾ ഈ ഒരു ചാനൽ പോസ്റ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബോട്ട്. ഇതാണ് ആ ഒരു ബോട്ട്, അതിൻ്റെ ഫോട്ടോ ഇതാണ്, യൂസർ നെയിം കൺട്രോളർ ബോട്ട് എന്നാണ്. ഈ ഒരു ബോട്ട് എടുത്തതിന് ശേഷം സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് കൊടുക്കാം. അങ്ങനെ കൊടുത്തതിന് ശേഷം ആഡ് ചാനൽ എന്ന് പറയുന്ന ആ ഒരു കോഡ് കൊടുക്കുക, ആഡ് എ ന്യൂ ചാനൽ, ആ ഒരു കോഡ് കൊടുക്കാം. അത് കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു ബോട്ട് നമുക്ക് റിപ്ലൈ തരും. നമ്മുടെ ബോട്ട് ഫാദറിൽ പോയി ഒരു ബോട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ടോക്കൺ ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ബോട്ട് ഫാദറിലേക്ക് പോവുക. പോയതിന് ശേഷം സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കാം. അതിനുശേഷം മെനു എടുത്തിട്ട് ന്യൂ ബോട്ട് എന്ന് പറയുന്ന സംഭവം സെലക്ട് ചെയ്യാം. അപ്പോൾ ബോട്ട് ഫാദറിൻ്റെ യൂസർ നെയിം അറിയാമല്ലോ, ബോട്ട് ഫാദർ എന്ന് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ന്യൂ ബോട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ബോട്ടിനെ പുതിയൊരു ബോട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വേണം ആ ഒരു ബോട്ടിന് പുതിയൊരു പേര് കൊടുക്കാം. ഞാനിവിടെ ചാനൽ പോസ്റ്റ് ബോട്ട് എന്ന് കൊടുത്തു. ഇനി അതിനൊരു യൂസർ നെയിം കൊടുക്കണം. ആ യൂസർ നെയിം യുണീക്ക് ആയിരിക്കണം. അതുപോലെ തന്നെ വേറെ ആരും എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബോട്ട് നമ്മളോട് പറയും ഈ ഒരു ബോട്ട് വേറെ ആരെങ്കിലും എടുത്തിട്ടുള്ളതുകൊണ്ട് വേറെ പേരെടുക്കണമെന്നുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു പേരിൻ്റെ ഏറ്റവും അവസാനം ബോട്ട് എന്നും ഉണ്ടാവണം. അപ്പോൾ ഇത്ര ആയതിനു ശേഷം ഇത് സെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വേറെ ആരും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ബോട്ട് നമുക്ക് കിട്ടും. കിട്ടിയതിന് ശേഷം നമ്മൾ ഈ ഒരു ടോക്കൺ നമ്മൾ കോപ്പി ചെയ്യണം. യൂസ് ദിസ് ടോക്കൺ ടു ആക്സസ് ദ HTTP API എന്ന് പറയുന്നതിന് താഴെയുള്ള ആ ഒരു കോഡ് നമ്മൾ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം ഈ ഒരു കൺട്രോളർ ബോട്ടിലേക്ക് വരിക. വന്നതിന് ശേഷം ഈ ഒരു കോഡ് അവിടെ പേസ്റ്റ് ചെയ്യാം. അങ്ങനെ പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ബോട്ട് കുറച്ച് നേരം ഒന്ന് ലോഡ് ആയതിനു ശേഷം നമ്മുടെ ഒരു ബോട്ടിലേക്ക് സെറ്റ് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് നമുക്ക് അയക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആ ഒരു ഏത് ചാനലിലേക്കാണ് പോസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു ചാനലിൽ ഈ ഒരു ബോർഡിനെ അഡ്മിൻ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ആ ഒരു ബോട്ടിൻ്റെ യൂസർ നെയിം കോപ്പി ചെയ്യാം. ഈ ഒരു ബോട്ട് എടുത്തതിന് ശേഷം ജസ്റ്റ് സ്റ്റാർട്ട് കൊടുത്ത് ഈ ഒരു ചാനൽ എടുത്തിട്ട് ഈ ഒരു ചാനലിൻ്റെ യൂസർ നെയിം കോപ്പി ചെയ്യാം. യൂസർ നെയിം കോപ്പി ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ടെലഗ്രാം ചാനലിലേക്ക് ഏത് ചാനലാണ് പോസ്റ്റ് ഇടേണ്ടത് ആ ഒരു ചാനലിൽ ഇതിനെ അഡ്മിൻ ആക്കി മാറ്റുക. ഞാനിപ്പോൾ ഇതിനെ അഡ്മിൻ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ചാനൽ പോസ്റ്റ് ബോട്ട് എന്ന് പറയുന്ന ആ ഒരു ബോട്ട് എടുത്തിട്ട് ഇതിനെ അഡ്മിൻ ആക്കും. ഇപ്പോൾ ഈ ഒരു ബോട്ടിന് ഈ ഒരു ചാനൽ ഞാൻ അഡ്മിൻ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും വന്ന് നമ്മുടെ കൺട്രോളർ ബോർഡിലേക്ക് ഒരു രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവിടെ നിന്നൊരു മെസ്സേജ് ഫോർവേഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ഒരു ചാനലിലെ യൂസർ നെയിം അങ്ങോട്ട് സെൻഡ് ചെയ്യുകയോ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ബോട്ട് ഫാദർ കൺട്രോളർ ബോട്ടിലേക്ക് ഈ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യാം. ഫോർവേഡ് വിത്ത് കോട്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഫോർവേഡ് വിത്ത് കോട്ട് എന്നുള്ള സംഭവം വേണം. അപ്പോൾ നമ്മളിങ്ങനെ ആ ഒരു സക്സസ് ആയിട്ടുണ്ട്. ഈ സംഭവം നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. മലയാളം റോക്കേഷ് എന്ന് പറഞ്ഞ ആ ഒരു ചാനൽ ഇതിനകത്തേക്ക് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിനി ക്രിയേറ്റ് പോസ്റ്റ് എന്ന് പറയുന്ന സംഭവം സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്റ്റാർട്ട് എന്ന് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരും. അതിനുശേഷം നമുക്കിവിടെ എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ടെക്സ്റ്റോ, ഫോട്ടോയോ, വീഡിയോ, സ്റ്റിക്കർ വേണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഹെഡിങ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന പോസ്റ്റിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ എന്താണോ മെയിനായിട്ട് കൊടുക്കേണ്ടത് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു ഫോട്ടോ അങ്ങോട്ട് സെൻഡ് ചെയ്യുക. അങ്ങനെ സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇത്രയും ഓപ്ഷൻസ് നമുക്ക് ആദ്യമായിട്ട് കാണാൻ സാധിക്കും. ആഡ് കമൻറ്റ്സ് എന്നുള്ള ഭാഗം കൊടുക്കാം. അവിടെയാണ് നമ്മുടെ യൂസേഴ്സിന് ഈ ഒരു പോസ്റ്റിന് താഴെ കമൻറ്റുകൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതിന് അടുത്താണ് ആഡ് റിയാക്ഷൻസ് എന്നുള്ള സംഭവം. അതാണ് നമ്മുടെ ലൈക്ക്, ഡിസ്ലൈക്ക് ബട്ടണൊക്കെ വെക്കാൻ വേണ്ടിയുള്ള സംഭവം എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു അതിൻ്റെ ഫോട്ടോ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നാണ് കൊടുത്തിട്ടുണ്ട്. ചുമ്മാ 2 ഇമോജി കൊടുത്ത് ജസ്റ്റ് ഇങ്ങനെ വരും. ആ ഇമോജിന് കൂടെ പേര് എഴുതി കൊടുത്താൽ ഇങ്ങനെ വരും. അതുപോലെ തന്നെ സ്ലാഷ് ഇട്ട് കൊടുത്താൽ ഇതുപോലെ വരും. അതുപോലെ തന്നെ സ്ലാഷ് ഇട്ട് നമുക്ക് ഓരോരോ ലൈനിലേക്ക് മാറ്റി എടുക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ഈ ഒരു ബോർഡിന് താഴെ ഞാൻ ഇടാൻ പോകുന്ന റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഇട്ടു. എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഇവിടെ ലൈക്ക് എന്ന് എഴുതിയതിന് ശേഷം ഇവിടെ ഒരു സ്ലാഷ് ഇട്ടു. ഇതല്ല, മറ്റേ സ്ലാഷാണ് ഇത്. ഈ സ്ലാഷ് ഇട്ടതിന് ശേഷം ഞാൻ വേറെ ഇട്ടതിന് ശേഷം ഞാൻ ഈ ഒരു ഇതിട്ടു. എന്നിട്ട് ഞാനിവിടെ ഡിസ്ലൈക്ക് എന്ന് എഴുതി. ഡിസ്ലൈക്ക്
അതിനുശേഷം അടുത്ത സ്ഥലത്ത് വരാൻ വേണ്ടിയിട്ട് ഇത് കൊടുത്തു. എന്നിട്ട് ഞാനിങ്ങനെ എഴുതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ മോഡൽ കസ്റ്റമൈസ് ചെയ്യാം. അതിനുശേഷം ഇങ്ങനെ കൊടുത്തു. ഓക്കെ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു പോയി. ഇങ്ങനെ കൊടുത്തു. അതിനുശേഷം അത് സെൻഡ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ 4 ബട്ടൺസ് ഈ ഒരു സംഭവത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് URL ബട്ടണൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് URL ബട്ടൺസ് എന്നുള്ള സംഭവം സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫോർമാറ്റ് അനുസരിച്ച് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. നമുക്ക് ഒരേ ലൈനിൽ തന്നെ വരണമെങ്കിൽ ആദ്യം നമ്മുടെ അവിടെ എന്താണോ ടെക്സ്റ്റ് വരേണ്ടത് ആ ഒരു ടെക്സ്റ്റ് കൊടുക്കാം. അതിനുശേഷം ഒരു സ്പേസ് ഇട്ടതിന് ശേഷം ഒരു മൈനസ് സിമ്പിൾ ഇടുക. അതിനുശേഷം വീണ്ടും ഒരു സ്പേസ് ഇട്ടതിന് ശേഷം നമ്മുടെ URL പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഒരു സ്പേസ് ഇട്ടിട്ട് ഒരു വെർട്ടിക്കൽ ബാർ, അതായത് ഈ ഒരു സിമ്പിൾ ഇടുക. അതിനുശേഷം വീണ്ടും ഒരു സ്പേസ് ഇട്ടിട്ട് മുമ്പത്തെ പോലെ തന്നെ ഫോർമാറ്റിൽ അടിക്കാം. അടുത്ത ലൈന് വരാൻ വേണ്ടി എൻ്റർ അടിച്ചിട്ട് നമ്മുടെ ബട്ടൺ ടെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം സ്പേസ് ഇട്ട് മൈനസ് ഇട്ട് നമ്മുടെ URLും കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ URL ആഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാനിവിടെ URL ആഡ് ചെയ്ത് നോക്കാം, എനിക്ക് കിട്ടുന്നുണ്ടോ നോക്കട്ടെ. ഞാൻ കുറച്ച് മുമ്പ് നോക്കിയപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ എന്തെങ്കിലും എറർ ആയിരിക്കും. ഓക്കെ നോക്കാം. ഞാനിവിടെ യൂട്യൂബ് വേണ്ട, നമുക്കിവിടെ മലയാളം എന്ന് കൊടുക്കാം. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും മെസ്സേജ് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുക്കാം. ഞാൻ ഈ ഒരു മെസ്സേജ് ഒന്ന് കോപ്പി ലിങ്ക് കൊടുത്തു. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ ബോട്ട് എടുക്കാം. ഇതാണ് നമ്മുടെ ബോട്ട് എടുത്തതിന് ശേഷം എടുക്കുക. അതിനുശേഷം ഇവിടെ ഈ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം സെൻഡ് കൊടുക്കുക. ഇപ്പോൾ അവിടെ മലയാളം എന്ന് പറഞ്ഞൊരു ലിങ്ക് അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും കുറച്ചും കൂടി ലിങ്ക് ഒന്ന് കൊടുത്ത് നോക്കാം. നമുക്ക് ഡിലീറ്റ് URL ബട്ടൺസ് കൊടുത്തിട്ട് ആഡ് URL ബട്ടൺസ് കൊടുക്കാം. അതിൻ്റെ ഫോർമാറ്റ് അനുസരിച്ച് തന്നെ നമുക്ക് കൊടുക്കാം. ആദ്യം നമുക്ക് മലയാളം റോക്കേഷ് എന്ന് കൊടുത്തു. അതിനുശേഷം ഇവിടെ ഹൈഫിൻ ഇട്ടിട്ട് ഞാൻ നമ്മൾ പേസ്റ്റ് കോപ്പി ചെയ്ത ആ ഒരു ലിങ്ക് കൊടുത്തു. അതിനുശേഷം അടുത്ത ലൈനിലാണ് എനിക്ക് അടുത്ത വരേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബോട്ട് ഫാദർ എന്നിവിടെ കൊടുത്തു. എന്നിട്ട് ഞാനൊരു മൈനസ് ഇട്ടൊരു സ്പേസ് ഇട്ടിട്ട് ബോട്ട് ഫാദറിൻ്റെ ലിങ്ക് ഞാൻ കോപ്പി ചെയ്തു. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം ഒരു സ്പേസ് ഇട്ടിട്ട് ഞാൻ ഇവിടെ ഈ ഒരു ലിങ്ക് കൊടുത്തു. അതുകൊണ്ട് എനിക്ക് ഇതേ ലൈനിൽ തന്നെ വരേണ്ടതുകൊണ്ട് ഒരു പൈപ്പ് അല്ലെങ്കിൽ ഒരു വെർട്ടിക്കൽ സിമ്പിൾ കൊടുത്തു. അതിനുശേഷം ഇതുപോലെ തന്നെ ഞാനിവിടെ കൺട്രോളർ എന്ന് കൊടുത്തു. കൺട്രോളർ ബോട്ട് എന്ന് കൊടുത്തു. അതിനുശേഷം വീണ്ടും ഒരു ഹൈഫിൻ ഇട്ടിട്ട് നമ്മൾ മുമ്പേ കൊടുത്ത പോലെ തന്നെ ഞാനിവിടെ ആ ഒരു ലിങ്ക് കൊടുക്കുന്നു. എന്നിട്ട് ബോട്ട് ഫാദർ എന്നുള്ള മാറ്റി കൺട്രോളർ എന്നുള്ള കൊടുത്തു. നിങ്ങൾക്ക് വേണ്ട ലിങ്കിലാണ് അവിടെ കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഇത് കാണിക്കാൻ വേണ്ടി ഈ ഒരു ലിങ്ക് കൊടുത്തത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം സെൻഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും മുകളിൽ മലയാളം റോക്കേഴ്സ് വന്നിട്ടുണ്ട്, താഴെ ബോട്ട് ഫാദറിനും അതുപോലെ തന്നെ കൺട്രോളർ ബോട്ടെന്നും രണ്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ URL ബട്ടൺസ് ആഡ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് കമൻറ്റ്സ് നമ്മൾ നേരത്തെ ഓൺ ആക്കിയിട്ടിരുന്നു. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഈ ഒരു പോസ്റ്റിന് നോട്ടിഫിക്കേഷനൊക്കെ വരണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതുപോലെ തന്നെ ഇത്രയൊക്കെ ഓപ്ഷൻസാണ് അതിനകത്ത് ഉള്ളത്. അതിനുശേഷം സെൻഡ് എന്നുള്ള ബട്ടൺ കൊടുക്കാം. സെൻഡ് ബട്ടൺ കൊടുത്തതിന് ശേഷം എങ്ങോട്ടാണ് സെൻഡ് ചെയ്യേണ്ടത് നമുക്കിവിടെ സെൽഫ് ഡിസ്ട്രക്റ്റ് ടൈമർ വെക്കണം. അതായത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഡിലീറ്റ് ആയി പോകുന്ന സംഭവം ചെയ്യണോ, അല്ലെങ്കിൽ NQ അത് ഷെഡ്യൂൾ ചെയ്ത് വെക്കണോ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ സെൻഡ് ചെയ്യണം. അങ്ങനെ 3 ഓപ്ഷൻസ് വരും. അപ്പോൾ അതിനുവേണ്ടി നമ്മളോട് ജസ്റ്റ് സെൻഡ് നൗ എന്നുള്ള ബട്ടൺ കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഉറപ്പാണ് ഇങ്ങോട്ട് തന്നെ സെൻഡ് ചെയ്യണമെന്ന് ചോദിക്കുക. അപ്പോൾ സെൻഡ് എന്ന് കൊടുക്കുക. ഇപ്പോൾ സെൻഡിങ് എന്ന് കാണിക്കും. വ്യൂ പോസ്റ്റ് ഇൻ ചാനൽ എന്ന് പറയും. ഇപ്പോൾ പ്രൈവറ്റ് ചാനലാണെങ്കിൽ അങ്ങനെ കാണിക്കത്തില്ല. സോ അത് നോക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലൈക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര എണ്ണം അതിനകത്ത് സൈഡിൽ വന്നിട്ടുണ്ടെന്ന് കാണിക്കും. ഇവിടെ ഡിസ്ലൈക്ക് ഞെക്കിക്കഴിഞ്ഞാൽ ഞാനിവിടെ ലൈക്ക് ഞെക്കിക്കൊണ്ട് തന്നെ ഇതൊന്നും കൊണ്ട് ഞെക്കി കളയാനൊക്കെ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് അതിനകത്ത് റിയാക്ഷൻസ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഓരോരുത്തരുടെ ഇതിൽ ഞെക്കുന്ന ഞാനിപ്പോൾ ലൈക്ക് ഞെക്കിയിട്ട് ലൈക്കിൻ്റെ അടുത്ത് ഒന്നെന്ന് കാണിച്ചു. അപ്പോൾ ഓരോരുത്തർ ഞെക്കുന്ന സംഭവങ്ങളൊക്കെ അവിടെ കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഓരോരുത്തർ ഞെക്കുന്നതനുസരിച്ച് ഇതിനകത്ത് നമുക്ക് എത്ര പേര് ഞെക്കി എത്ര കമൻറ്റുകൾ അതിനകത്ത് വന്നു എന്നുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്കത് വീണ്ടും എഡിറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും ഇവിടെ പോവുക, എഡിറ്റ് പോസ്റ്റ് എന്നുള്ള സംഭവം കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ആ ഒരു ചാനലിലേക്ക് പോവുക. നമ്മുടെ ഈ ഒരു ചാനലിലേക്ക് പോയതിനു ശേഷം നമ്മുടെ ആ ഒരു സംഭവത്തിലേക്ക് ഫോർവേഡ് ചെയ്യുക. ചാനൽ പോസ്റ്റ് ബോർഡിലേക്ക് ഈ ഒരു മെസ്സേജ് നമ്മൾ ഫോർവേഡ് ചെയ്യുമ്പോൾ വീണ്ടും നമുക്കത് എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബോർഡ് നമ്മൾ ഉപയോഗിക്കുന്നത്, പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതുപോലെ തന്നെ റിയാക്ഷൻസ് സംഭവങ്ങളൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടെലഗ്രാമിലേക്ക് ഒരു കൺട്രോളർ ബോട്ട് വെച്ചിട്ട് ഒരു ചാനൽ പോസ്റ്റ് നിർമ്മിക്കുന്നത്, അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ടെലഗ്രാം ചാനൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബോട്ട് ക്രിയേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ആക്കി വെക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ തിരിച്ചു വരാം. അതുവരേക്കും ബൈ.